രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് നടക്കുന്ന അനധികൃത വന്യജീവി കടത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഇന്റർപോൾ പുറത്തുവിട്ടു. 2025 സെപ്റ്റംബർ മുതൽ നവംബർ വരെ നിയമം ലംഘിച്ച് കടത്തിയ 30,000 വന്യജീവികളെ പിടികൂടിയെന്ന് ഇന്റർപോൾ അധികൃതർ അറിയിച്ചു. വന്യജീവികളെ പിടികൂടുന്നതും വൻ തുകയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതും ലോകത്താകെ ഒരു വൻ വ്യവസായമായി മാറിയിരിക്കുന്നുവെന്നാണ് ഇന്റർപോൾ സ്ഥിരീകരിക്കുന്നത്. പലതരം മരുന്നുകൾ ഉണ്ടാക്കാനും നിയമം ലംഘിച്ച് മൃഗങ്ങളെ വളർത്തുന്നതിനും മറ്റു പല വാണിജ്യ ആവശ്യങ്ങൾക്കുമെല്ലാം വന്യജീവികളെ ഉപയോഗിക്കുകയാണ്. ചെറിയ കാലയളവിനുള്ളിൽ തന്നെ $20 ബില്യൺ ഈ മേഖലയിൽ വമ്പന്മാർ നിക്ഷേപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മഞ്ഞുമലയുടെ ഒരു ചെറിയ അംശം മാത്രമെന്നും ഇന്റർപോൾ മനസ്സിലാക്കുന്നു. സെപ്റ്റംബർ 15 മുതൽ ഒരു മാസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ മാത്രം 134 രാജ്യങ്ങളിലെ നിയമപാലകർ 6160 പക്ഷികളെയും 2040 ആമകളെയും 1150 ഉരകങ്ങളെയും 208 പ്രൈമേറ്റുകളെയും 46 ഈനാമ്പേച്ചുകളെയും 10 വലിയ പൂച്ചകളെയും പല ഇനങ്ങളിൽപ്പെട്ട 19,415 വന്യമൃഗങ്ങളെയും പിടികൂടിയെന്നാണ് ഇന്റർപോൾ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 1100 പേരാണ് വിവിധ രാജ്യങ്ങളിലായി കസ്റ്റഡിയിലെടുക്കപ്പെട്ടിരിക്കുന്നത്. ഖത്തറിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പ്രൈമേറ്റിനെ $14,000 വിൽക്കാൻ ശ്രമിച്ചയാളെ അറസ്റ്റ് ചെയ്തതായി കഴിഞ്ഞ ദിവസം വന്യജീവി സംരക്ഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ബ്രസീലിൽ അന്താരാഷ്ട്ര ഗോൾഡൻ ലയൺ ടാമറിൻ കടത്തു സംഘത്തിനെതിരെ ഉണ്ടായ നടപടിയുടെ ഭാഗമായി 200 വന്യജീവികളെ മോചിപ്പിക്കാനും 145 പേരെ പിടികൂടാനും കഴിഞ്ഞു. ഏഷ്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത വന്യമൃഗങ്ങളെ വടക്കേ അമേരിക്കയിൽ വെച്ച് ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടി. വന്യജീവികളുടെ എല്ലുകളും തലയോട്ടികളും ഉൾപ്പെടെ പാക്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു. 1300-ലധികം പ്രൈമേറ്റ് ശരീരഭാഗങ്ങളും പിടിച്ചെടുത്തവയിലുണ്ട്. 2025 ഒരു മാസത്തിൽ മാത്രം 10,500 ചിത്രശലഭങ്ങൾ, ചിലന്തികൾ, പ്രാണികൾ എന്നിവയെല്ലാം പിടികൂടിയവയിൽ പെടും. എല്ലാത്തരം വൈവിധ്യമുള്ള ജീവിവർഗങ്ങളും നിയമം ലംഘിച്ച് കടത്തപ്പെടുന്നുവെന്നാണ് ഈ കണക്കുകളെല്ലാം കാണിക്കുന്നത്. വന്യമൃഗങ്ങളെ ജീവനോടെ പിടികൂടിയതിന്റെ കണക്ക് ഇന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും ഭേദിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം അപൂർവ ഇനം വന്യജീവികളെ വേട്ടയാടി മാംസം കടത്തുന്നതിന്റെ കണക്കുകളും അത്ഭുതപ്പെടുത്തുന്നതാണ്. കെനിയൻ ഉദ്യോഗസ്ഥർ 400 കിലോഗ്രാം ജിറാഫ് മാംസം പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. ടാൻസാനിയൻ നിയമപാലകർ $10,000 വിലമതിക്കുന്ന സീബ്ര, ആന്റലോപ്പ് മാംസം, തൊലികൾ എന്നിവ പിടികൂടിയിരുന്നു. സാധാരണഗതിയിൽ നാം ശ്രദ്ധിക്കാത്ത വൻ നിയമലംഘനം നടക്കുന്ന, കോടികൾ ഇറങ്ങുന്ന ഒരു നിഗൂഢ ക്രിമിനൽ മേഖലയായി വന്യജീവി കടത്തും വേട്ടയാടലും മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.